മാഗ്ലെവ് ട്രെയിൻസ്. എന്താണ് ഈ മാഗ്ലെവ് ട്രെയിൻസ് എന്ന് പറഞ്ഞാല്? നമുക്കറിയാം ട്രെയിനുകൾ നോർമലി നമ്മൾ കണ്ടുള്ള ട്രെയിനുകളൊക്കെ എങ്ങനെയാണ്? റെയിൽപാളത്തിലൂടെയാണ് പോകുന്നത് അല്ലെ? ഈ മാഗ്ലെവ് ട്രെയിനിന്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാല് റെയിൽപാളത്തിലൂടെ അല്ല അത് പോകുന്നത്, അതിന് ചക്രങ്ങളും ഇല്ല. റെയിൽപാളത്തിന് മുകളിലായിട്ട് ഫാസ്റ്റ് ആയിട്ട് ഉയർന്നു പൊങ്ങി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ട്രെയിനാണ് ഈ മാഗ്ലെവ് ട്രെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻസ് എന്നും അതിനെ പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ റെയിൽപാളത്തിൽ ടച്ച് ചെയ്യാതെ അല്ലെങ്കിൽ ടയറുകളോ ഒന്നും ഇല്ലാതെ അത് മൂവ് ചെയ്യുന്നത്? ഈ ട്രെയിനിന്റെ അടിഭാഗത്തായിട്ട് ഇലക്ട്രോ മാഗ്നറ്റ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽപാളത്തിലും എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ഇലക്ട്രോ മാഗ്നറ്റ്സ് തമ്മിൽ ഇങ്ങനെയാണ് ഇന്ററാക്ഷൻ ഉണ്ടാവും. ആ ഇന്ററാക്ഷൻ മൂലമാണ് പാളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങി വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നോളജി വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. അതായത് നമുക്കറിയാം ചക്രങ്ങൾ ഇങ്ങനെയാണ് ഉരസുമ്പോൾ സൗണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ചക്രങ്ങൾ കോണ്ടാക്ട് വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് സൗണ്ട് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യമുണ്ട്, ഫ്രിക്ഷൻ മൂലം എന്താണ് എനർജി ലോസ് ഉണ്ടാകാം ഇല്ലേ? അതുപോലെ തന്നെ എന്താണ് വിയർ ആൻഡ് ടിയർ, തേയ്മാനമൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ടച്ച് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഇതെല്ലാം എന്താണ് അവിടെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് വിയർ ആൻഡ് ടിയർ ഇല്ല, നോയിസ് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാം, നോയിസ് പൊല്യൂഷൻ ഒട്ടും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ എങ്ങനെയാണ് എനർജി ലോസ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് മാഗ്ലെവ് ട്രെയിനിന്റെ ഒരു ഇന്നോവേഷൻ എന്ന് പറഞ്ഞാല് വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ മാഗ്ലെവ് ട്രെയിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു.